ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കൈപ്പുറത്തേക്കെതിരെയുള്ള മത്സരത്തിൽ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് അർജന്റീന വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിൽ 2 ഗോളുകൾ അർജന്റീന നേടി. അങ്ങനെയാണ് അവർ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലൈനപ്പിൽ മാറ്റം വരുത്താൻ ഇപ്പോൾ സ്കലോണി ഉദ്ദേശിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡൂളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിലെ സ്റ്റാർട്ടിംഗ് 11-ൽ നിന്നും സ്കലോണി മാറ്റങ്ങൾ വരുത്തും, അത് ഉറപ്പാണ് എന്നാണ് ഗാസ്റ്റൻ എഡൂൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരു മാറ്റം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി വരികയാണ്. അതായത് മധ്യനിര കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഇപ്പോൾ സ്കലോണി ഉദ്ദേശിക്കുന്നത്. തിയാഗോ അൽമേഡയുടെ പ്രകടനം മോശമാണ്. അതുകൊണ്ട് തന്നെ അൽമേഡയെ സ്റ്റാർട്ടിംഗ് 11-ൽ നിന്നും ഒഴിവാക്കാൻ ഇപ്പോൾ സ്കലോണി ആലോചിക്കുന്നു എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പകരം ലിയാൻഡ്രോ പരേഡസിനെ കൊണ്ടുവരാനാണ് സ്കലോണി ഉദ്ദേശിക്കുന്നത്. അതായത് മധ്യനിരയിൽ റോഡ്രിഗോ ഡീപോൾ, അലക്സിസ് മാക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ലിയാൻഡ്രോ പരേഡസ്, ഇങ്ങനെ 4 താരങ്ങളെ അണിനിരത്താനാണ് ഇപ്പോൾ സ്കലോണിയുടെ ഒരു പദ്ധതി. മുന്നേറ്റ നിരയിൽ മെസ്സിയും ലൗത്തറോയും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ പ്രതിരോധ നിരയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും സ്റ്റാർട്ടിംഗ് 11-ൽ നിന്നും തിയാഗോ അൽമേഡക്ക് തൻ്റെ സ്ഥാനം നഷ്ടമാകും. പകരം ലിയാൻഡ്രോ പരേഡസ് വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.